ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ണൂർ സ്പെഷ്യൽ ബീഫ് കറിയാണ്. അതിനായി 2 സവാള മുറിച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ 2 തക്കാളി, ആവശ്യത്തിന് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി വറുത്ത് വയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഓയിലോ വെളിച്ചെണ്ണയോ ഗീയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഓയിൽ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വെച്ച സവോള അതിലേക്ക് ഇടുക. സവോള ഇട്ട് നന്നായി വഴറ്റുക. സവോള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഉപ്പ് ചേർക്കുക. സവാളയുടെ കൂടെ തന്നെ അരിഞ്ഞു വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി എന്നിവയിട്ട് ഒരുമിച്ച് തന്നെ വഴറ്റുക. വഴറ്റുന്നതിനനുസരിച്ച് കറിയുടെ ടേസ്റ്റും കൊഴുപ്പും കൂടും. ഫ്ലെയിം കൂട്ടി നന്നായി ഇളക്കി അത് ഉടച്ചെടുക്കുക. അങ്ങനെ ഉടച്ചു വന്നതിന് ശേഷം അതിലേക്ക് നന്നായി വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കിയെടുത്ത മസാല ഇതിൽ മുഴുവനായി തട്ടുക. അതിനുശേഷം മസാല എല്ലാവിടെയും മിക്സ് ആവുന്നവരെ ഇളക്കുക. നന്നായി ഇളക്കുക. മസാലയുടെ പച്ചമണം മാറുന്നതുവരെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇളക്കി അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ബീഫ് മസാല, ഗരം മസാല എന്നിവ ആഡ് ചെയ്യുക. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് മസാലപ്പൊടികൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാൻ അതിൻ്റെ കൂടെ തന്നെ കുരുമുളക് പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിലെല്ലാവർക്കും നല്ല എരിവുള്ള കറിയാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ മസാലപ്പൊടികൾ കൂടുതലായി ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടാം. അതിനുശേഷം ഈ ചേർത്ത മസാലകളെല്ലാം ഈ ഉള്ളിയുടെ മിക്സിലേക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കുക. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇടുക. ഞാനിവിടെ 1.5 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. ബീഫ് എപ്പോഴും കൂടുതൽ എടുക്കുന്നതാണ് നല്ലത്. ബീഫ് കൂടുമ്പോൾ കറിയുടെ ടേസ്റ്റും കൂടും. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നേരത്തെ കുറച്ച് മാത്രമേ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുക. മസാല എല്ലാവിടെയും മിക്സ് ആകുന്നത് വരെ ഇളക്കുക.
അതിനുശേഷം കുക്കർ മൂടി വെച്ച് 9-10 വിസിൽ അടുപ്പിക്കുക. ഓരോ ബീഫിനും ഓരോ വേവുകളാണ്. അതനുസരിച്ച് നിങ്ങൾ വിസിലിൻ്റെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അങ്ങനെ നമ്മുടെ ബീഫ് കറി റെഡിയായിട്ടുണ്ട്. സൂപ്പറാണ്, ടേസ്റ്റിയാണ്. നിങ്ങൾക്ക് ഇങ്ങനെയും കഴിക്കാം. അല്ലെങ്കിൽ അതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യാം. ഞാനിവിടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നു. അതാവുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. തേങ്ങാപ്പാൽ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി 2 മിനിറ്റ് തിളപ്പിക്കും. അതിനുശേഷം നമ്മുടെ ബീഫ് കറി റെഡിയായിരിക്കും. ഇത് നമുക്ക് പത്തിരിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്ത് ഭക്ഷണത്തിൻ്റെ കൂടെയും യൂസ് ചെയ്യാം. ഞാനിന്ന് മടക്കപ്പത്തിരിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക.